ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 5 കാര്യങ്ങളാണ്. ആദ്യമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പോകുന്ന ആളുകൾ ആദ്യമായിട്ട് 5 കിലോ കുറയ്ക്കാനുള്ള ആദ്യത്തെ 5 കിലോ കുറയ്ക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള 5 മാർഗ്ഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് യോഗ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു വോയിസ് ഓവർ കൊടുക്കാം, എന്നിട്ട് ഈ എക്സസൈസ് നിങ്ങളെ കാണിക്കാം. അത് സിമ്പിൾ യോഗയാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടാണ് ആദ്യത്തെ 5 കിലോ നമ്മുടെ ബോഡിയിൽ നിന്ന് റെഡ്യൂസ് ആവുന്നത്. അതിനുള്ള ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ബി ഇൻ കാലറി ഡെഫിസിറ്റ്. കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കാളിലും കൂടുതൽ നമ്മൾ ബേൺ ചെയ്ത് കളയുക, അതായത് നമ്മുടെ മെറ്റബോളിസം ഫാസ്റ്റ് ആക്കുക. അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം, കാലറി ഡെഫിസിറ്റ് ഓരോ ആളുകളുടെയും വേറെ വേറെയാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് നെറ്റിൽ പോയിട്ട് calorie.net എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിനകത്ത് നമ്മൾ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ് ഒക്കെ എഴുതി കഴിയുമ്പോൾ അവർ കറക്റ്റായിട്ട് പറയും ഇതാണ് നിങ്ങളുടെ കാലറി ഡെഫിസിറ്റ് എന്ന്. അത് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. അതായത് നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലറി ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 1800 അല്ലെങ്കിൽ 2000-നകത്തായിരിക്കും നമുക്ക് ഡെയിലി ഒരു നോർമലായിട്ടുള്ള ഒരു അഡൽട്ടിന് വേണ്ട ഒരു ഇത്രയും കാലറി ഇൻടേക്ക് ആയിരിക്കും നമുക്ക് വേണ്ടത്. അത് നമ്മൾ ആ കാലറി ഇൻടേക്കിനേക്കാളും കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കാനുള്ളതിലും കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. അതാണ് കാലറി ഡെഫിസിറ്റ്. അത് ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും. ഓരോരുത്തരും അത് നമ്മൾ നെറ്റിൽ പോയി സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് അതാണ് ബി ഇൻ കാലറി ഡെഫിസിറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ 3 മെയിനായിട്ടുള്ള മീൽസാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അത് 3-നകത്തും പ്രോട്ടീൻ ഇൻടേക്ക് വെക്കുക. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന അത് മസിൽ ബിൽഡ് ചെയ്യാനൊക്കെയാണ്. അല്ലാതെ തന്നെ മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ബോണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മസിൽ സ്ട്രെങ്ത് കൂട്ടും. അത് തന്നെയല്ല, നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ നേരം വിശക്കാതിരിക്കും. അതുകൊണ്ടാണ് ഓരോ മീലിനകത്തും പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഡ്രിങ്ക് ഇനഫ് വാട്ടർ. അതായത് നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ദ ഡേ വാട്ടർ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വെറും വെള്ളം കുടിക്കാൻ മടിയാണെങ്കിൽ നമുക്ക് ഫ്ലേവേർഡ് വാട്ടർ കുടിക്കാം. ഇങ്ങനെ പെട്ടെന്ന് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് നല്ലത് ഓരോ പ്രാവശ്യവും കുറച്ച് വെള്ളം സിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നടക്കുന്ന ഇന്നിപ്പോൾ നിങ്ങൾ 2000 സ്റ്റെപ്സ് നടക്കുന്ന ഒരാളാണെങ്കിൽ ഇത് തുടങ്ങുമ്പോൾ മുതൽ പ്ലസ് 2000, അതായത് 4000 സ്റ്റെപ്പ് നടക്കുക. ഒട്ടും നടക്കാത്ത ഒരാളാണെങ്കിൽ 2000 സ്റ്റാർട്ട് ചെയ്യുക. 6000 നടക്കുന്നവരാണ് 8000 സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ ചെയ്യുന്നതിലും ഒരു 2000 സ്റ്റെപ്സും കൂടെ കൂടുതൽ എടുക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ടേക്ക് ഇനഫ് റെസ്റ്റ്. ഒരു നല്ല ഗുഡ് നൈറ്റ് സ്ലീപ്പ് എടുക്കുക. അത് ഭയങ്കര, റെസ്റ്റ് ഈസ് വെരി എസെൻഷ്യൽ. അതായത് പിറ്റേ ദിവസം നമുക്ക് അതിലുള്ള എനർജി കിട്ടാൻ, ഈ ആക്ടിവിറ്റി ചെയ്യാനുള്ള എനർജി കിട്ടണമെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഉറക്കം വേണം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ആദ്യത്തെ 5 കിലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, പലരുടെയും മെറ്റബോളിസത്തിൻ്റെ റേറ്റ് പല ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരാളുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന അതേ സ്പീഡിലായിരിക്കത്തില്ല അടുത്ത ആൾ വെയിറ്റ് ലോസ്. അപ്പം ഒന്നേ ഉള്ളൂ ചെയ്യാനായിട്ട്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരാളായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് വെയിറ്റ് ലോസിൽ ഒരിക്കലും ഹറി പാടില്ല. ബി കൺസിസ്റ്റൻ്റ് ആൻഡ് യു ക്യാൻ ലൂസ് വെയിറ്റ്. താങ്ക് യു, ലക്ഷ്മി.